നമസ്കാരം. BMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജോഫീന ഷാൻഡോ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻ, പവേർഡ് ബൈ സിറ്റി ടവർ, സിറ്റി വെയർ, സിറ്റി ഷൂസ്, അങ്കമാലി, മൈൽ ഫുഡ് സ്റ്റഫ്, മൂക്കന്നൂർ ആൻഡ് കൊച്ചിൻ കലാഭവൻ, അങ്കമാലി ഫ്രാഞ്ചൈസി. പെൻഷൻ തട്ടിപ്പിൽ കൂടുതൽ നടപടി. പൊതുഭരണ വകുപ്പിലെ 6 ജീവനക്കാർക്കെതിരെ നടപടിക്ക് നിർദ്ദേശം. ഉന്നതരെ തൊടാതെ സർക്കാർ. ക്ഷേമ പെൻഷൻ തട്ടിപ്പിൽ പൊതുഭരണ വകുപ്പിലെ 6 ജീവനക്കാർക്കെതിരെ നടപടിക്ക് നിർദ്ദേശം. 6 പാർട്ട് ടൈം സ്ലീപ്പർമാരെ പിടിച്ചുവിടണമെന്ന് പൊതുഭരണ അസിസ്റ്റന്റ് സെക്രട്ടറി നിർദ്ദേശിച്ചു. അനധികൃതമായി വാങ്ങിയ പെൻഷൻ തുക 18% പലിശ സഹിതം തിരിച്ചടയ്ക്കുവാനും പൊതുഭരണ അസിസ്റ്റന്റ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി. ഫയൽ മുഖ്യമന്ത്രിയുടെ പരിഗണനയിലാണ്. തട്ടിപ്പിൽ മണ്ണ് സംരക്ഷണ വകുപ്പിലെ 6 ജീവനക്കാരെ ഇന്നലെ സസ്പെൻഡ് ചെയ്തിരുന്നു. അതേസമയം സംഭവത്തിൽ ഉന്നതരെ തൊടാതെയാണ് വകുപ്പുകളുടെ നീക്കം. ഇതുവരെ നടപടിയെടുത്തതും നടപടിക്ക് ശുപാർശയും താഴെത്തട്ടിലെ ജീവനക്കാർക്കെതിരെ മാത്രമാണ്. പരീക്ഷാഫലം പുറത്തുവന്ന സംഭവം. കണ്ണൂർ സർവകലാശാല VC-ക്കെതിരെ കോളേജ് പ്രിൻസിപ്പൽ. പിഴവ് സർവകലാശാലയുടേത്. ഔദ്യോഗിക പ്രഖ്യാപനത്തിന് മുൻപ് പരീക്ഷാഫലം പുറത്തുവന്ന സംഭവത്തിൽ കണ്ണൂർ സർവകലാശാല VC-ക്കെതിരെ കോളേജ് പ്രിൻസിപ്പൽ. പിഴവ് സർവകലാശാലയ്ക്കെന്ന് പൈസാക്കാരി ദേവമാതാ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ MJ മാത്യു ആരോപിച്ചു. പരീക്ഷാഫലം ഉച്ചയ്ക്ക് 2:30 പ്രിൻസിപ്പൽമാർക്കുള്ള പോർട്ടലിൽ വന്നു. ഇത് ഡൗൺലോഡ് ചെയ്ത് വിദ്യാർത്ഥികൾക്ക് നൽകിയെന്ന് ഡോക്ടർ MJ മാത്യു പറഞ്ഞു. ടെസ്റ്റാണെന്നും പുറത്തുവിടരുതെന്നും രജിസ്ട്രാർ വിളിച്ചു പറഞ്ഞത് 4 മണിക്കാണ്. ഇപ്പോൾ കോളേജിനെ പഴിചാരി പുകമറ സൃഷ്ടിക്കാനാണ് ശ്രമിക്കുന്നതെന്ന് പ്രിൻസിപ്പൽ പ്രതികരിച്ചു. ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ ദൈവത്തിന്റെ സ്വന്തം എനർജിയായ സോളാർ ഉള്ളപ്പോൾ കറണ്ട് ബില്ലിനെ ഭയക്കുന്നതെന്തിന്? ലിയോടെക് സൊല്യൂഷൻസ്. യോഗ്യരും അതിവിദഗ്ധരുമായ ജീവനക്കാർ, ഉയർന്ന നിലവാരമുള്ള ബ്രാൻഡഡ് സാമഗ്രികൾ മാത്രം ഉപയോഗിച്ച് കൃത്യനിഷ്ഠതയോടെയുള്ള സേവനം. ലിയോടെക് സൊല്യൂഷൻസ്. ഫോൺ 9744487839 9605557707. SOG വിനീതിന്റെ മരണം. കമാൻഡോ പരിശീലനം വ്യക്തികേന്ദ്രീകൃത പീഡനമാകുന്നു. കേരള പോലീസ് അസോസിയേഷൻ പ്രമേയം. SOG കമാൻഡോ വിനീതിന്റെ ആത്മഹത്യയിൽ പ്രമേയവുമായി കേരള പോലീസ് അസോസിയേഷൻ. മേലുദ്യോഗസ്ഥരുടെ മനുഷ്യത്വരഹിതവും ക്രൂരവുമായ നടപടികൾ കീഴുദ്യോഗസ്ഥരിൽ അടിച്ചേൽപ്പിക്കുന്നതിന്റെ ബാക്കിപത്രമാണ് വിനീതിന്റെ ആത്മഹത്യ എന്ന് കേരള പോലീസ് അസോസിയേഷൻ പ്രമേയത്തിൽ ആരോപിച്ചു. ഉന്നത ഉദ്യോഗസ്ഥരുടെ മനോനില അനുസരിച്ചാണ് കമാൻഡോ പരിശീലനമെന്നും വ്യക്തികേന്ദ്രീകൃത പീഡനമായി ഇത് പലപ്പോഴും മാറുന്നുവെന്നും പ്രമേയത്തിൽ പറയുന്നു. കോതമംഗലത്ത് 6 വയസ്സുകാരിയെ കൊലപ്പെടുത്തിയ രണ്ടാനമ്മയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. പിതാവ് അജാസ് ഖാന് പങ്കില്ലെന്ന് പോലീസ് നിഗമനം. കോതമംഗലത്ത് 6 വയസ്സുകാരിയെ കൊലപ്പെടുത്തിയ രണ്ടാനമ്മയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. കേസിൽ ഇതുവരെ മറ്റു പ്രതികൾ ഇല്ലെന്നാണ് പോലീസ് നിഗമനം. ചിലരെ ചോദ്യം ചെയ്യാനുണ്ട്. കൊലപാതകത്തിൽ പിതാവ് അജാസ് ഖാന് പങ്കില്ലെന്നാണ് പോലീസിന്റെ നിഗമനം. സ്വന്തം കുട്ടിയല്ലാത്തതിനാൽ ഒഴിവാക്കാനായിരുന്നു കൊലപാതകമെന്ന് അനീസ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ഈ പ്രസരിപ്പ്, ആരോഗ്യം, എല്ലാത്തിനും അടിസ്ഥാനം ചിട്ടയായ ആഹാരരീതിയാണ്. തിരഞ്ഞെടുത്ത നെല്ലിൽ നിന്നും പോഷക ഗുണങ്ങൾ നഷ്ടമാവാതെ തയ്യാറാക്കുന്ന അതിവിശിഷ്ടമായ മട്ടയരി, മയിൽ മട്ടയരി. വൈറ്റമിൻസ്, മിനറൽസ്, പ്രോട്ടീൻസ്, ഫൈബർ തുടങ്ങിയവയാൽ സമ്പുഷ്ടമാണ് മയിലിന്റെ മട്ടയരി. കലർപ്പില്ലാത്ത മയിൽ മട്ടയരി ഒരിക്കൽ ഉപയോഗിച്ചവർ ശീലമാക്കുന്നു, എന്നെ പോലെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രോഡക്ട്സ്. ശ്രേഷ്ഠം, സമ്പുഷ്ടം. ജി സുധാകരനോടുള്ള CPM അവഗണന. രൂക്ഷ വിമർശനവുമായി അമ്പലപ്പുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്. ജി സുധാകരനോടുള്ള CPM അവഗണനയിൽ നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി അമ്പലപ്പുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ രാജേഷ്. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് പാർട്ടി അംഗം കൂടിയായ ഷീബ രാജേഷിന്റെ വിമർശനം.
ജി സുധാകരൻ സംശുദ്ധമായ രാഷ്ട്രീയത്തിന്റെ വെളിച്ചമെന്നും അഭിമാനത്തോടെ ഉച്ചത്തിൽ വിളിച്ചു പറയാവുന്ന പേരുകളിൽ ഒന്നാമനെന്നും ശിവ വ്യക്തമാക്കുന്നു. ആ പേര് പറഞ്ഞത് ഉപദ്രവിച്ചാലും മൂലക്കിരുത്തിയാലും വെട്ടിക്കൂട്ടിയാലും അത് ഉറക്കെ വിളിച്ചു പറയാൻ പേടിയില്ലെന്ന് അവർ വ്യക്തമാക്കുന്നു. സുധാകരനെ കുറ്റം പറയുന്നവർ നേരിട്ട് കാണുമ്പോൾ മുട്ടുവിറയ്ക്കുന്നു എന്നും വിമർശനമുണ്ട്. അയോധ്യ തർക്കത്തിന് സമാനമായ സംഭവങ്ങൾ ആവർത്തിക്കരുത്, നിലപാട് ആവർത്തിച്ച് RSS തലവൻ മോഹൻ ഭാഗവത്. അയോധ്യ തർക്കത്തിന് സമാനമായ സംഭവങ്ങൾ ആവർത്തിക്കരുതെന്ന് വ്യക്തമാക്കി വീണ്ടും RSS തലവൻ മോഹൻ ഭാഗവത്. കഴിഞ്ഞ ദിവസം പൂനെയിൽ വെച്ചാണ് മോഹൻ ഭാഗവത് ഇത്തരമൊരു പ്രതികരണം നടത്തിയത്. വിശ്വഗുരു ഭാരത് എന്ന പേരിൽ ഒരു ലെക്ചർ സീരീസിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൂടുതലിടങ്ങളിൽ രാമക്ഷേത്രത്തിന് സമാനമായ തർക്കം അംഗീകരിക്കാനാവില്ലെന്നാണ് മോഹൻ ഭാഗവത് വ്യക്തമാക്കിയത്. പാർലമെന്റ് ശീതകാല സമ്മേളനം ഇന്ന് സമാപിക്കും. രാഹുൽ ഗാന്ധിക്കെതിരായ കേസിൽ പ്രതിഷേധം ശക്തമാക്കുവാൻ പ്രതിപക്ഷം. പാർലമെന്റിൽ ശീതകാല സമ്മേളനം ഇന്ന് സമാപിക്കും. ഇന്നലെ പാർലമെന്റ് കവാടത്തിൽ ഭരണ പ്രതിപക്ഷ പ്രതിഷേധങ്ങൾക്കിടയിലുണ്ടായ കയ്യാങ്കളിയുടെ പശ്ചാത്തലത്തിൽ ഇരുസഭകളും പ്രക്ഷുബ്ധമാകുമെന്ന് ഉറപ്പാണ്. ഡോക്ടർ BR അംബേദ്കറിനെതിരായ വിവാദ പരാമർശത്തിൽ ആഭ്യന്തരമന്ത്രി അമിത് ഷായുടെ രാജി ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധങ്ങൾ കൂടുതൽ ശക്തമാക്കാനാണ് ഇന്ത്യൻ സഖ്യത്തിന്റെ തീരുമാനം. എന്നാൽ പാർലമെന്റിന്റെ പ്രവേശന കവാടത്തിലുള്ള പ്രതിഷേധത്തിന് സ്പീക്കർ ഓം ബിർള വിലക്കേർപ്പെടുത്തി. പ്രവേശന കവാടത്തിലെ പ്രതിഷേധങ്ങൾ വിലക്കിക്കൊണ്ടുള്ള സ്പീക്കറുടെ റൂളിംഗ് നിലവിലുണ്ട്. ചോദ്യപേപ്പർ ചോർച്ചയിൽ ക്രൈംബ്രാഞ്ച് കേസെടുത്തു. പ്രാഥമിക അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് FIR രജിസ്റ്റർ ചെയ്തത്. തട്ടിപ്പ് ഉൾപ്പെടെ 7 വകുപ്പുകൾ ചുമത്തിയാണ് FIR. നിലവിൽ കൊടുമ്പള്ളി സ്വദേശി ഷുഹൈൻ മാത്രമാണ് പ്രതി ചേർന്നിരിക്കുന്നത്. ഇതിനായി ആരെയൊക്കെ ഉപയോഗിച്ചു എന്നത് FIR രജിസ്റ്റർ ചെയ്തിട്ടുള്ള അന്വേഷണത്തിൽ കണ്ടെത്തും. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം. ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ ദൈവത്തിന്റെ സ്വന്തം എനർജിയായ സോളാർ ഉള്ളപ്പോൾ കറണ്ട് ബില്ലിനെ ഭയക്കുന്നതെന്തിന്? ലിയോടെക് സൊല്യൂഷൻസ്. ചുരുങ്ങിയ ചിലവിൽ പുരപ്പുറങ്ങൾ ഇനി ഊർജ്ജ സ്രോതസ്സുകളാകട്ടെ, അതും പ്രമുഖ സ്ഥാപനമായ ലിയോടെക്കിലൂടെ. യോഗ്യരും അതിവിദഗ്ധരുമായ ജീവനക്കാർ, ഉയർന്ന നിലവാരമുള്ള ബ്രാൻഡഡ് സാമഗ്രികൾ മാത്രം ഉപയോഗിച്ച് കൃത്യനിഷ്ഠതയോടെയുള്ള സേവനം ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ്. നിങ്ങളുടെ ഭവനങ്ങളിൽ ഇനിയെന്നും സന്തോഷത്തിന്റെ വെളിച്ചം മാത്രം. ഞങ്ങളെന്നും നിങ്ങളോടൊപ്പം. ഇനി ലിയോടെക് നിങ്ങളുടെ അരികിലേക്കും. തൃപ്രയാർ, വലപ്പാട്, തൃശൂർ, മലക്കുടി എന്നിവിടങ്ങളിലും ഞങ്ങൾ എത്തുന്നു നിങ്ങൾക്കായി. ലിയോടെക് സൊല്യൂഷൻസ്. ഫോൺ 9744487839 96055577707.